നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് ഉള്ളത്. അതിപ്പം നമ്മളിപ്പോ ഓട്ടോ ഓടിച്ചാലും, ബസ് ഡ്രൈവർ ആയാലും, കണ്ടക്ടർ ആയാലും, കളക്ടർ ആയാലും, ഡോക്ടർ ആയാലും, ഏതൊരു വ്യക്തി, ഒരു ബിസിനസ് നടത്തുന്നവരായാലും എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. പക്ഷെ പലപ്പോഴും ഈ 24 മണിക്കൂർ പോലും മതിയാകാത്തൊരവസ്ഥ വരും. എന്ന് വെച്ചാൽ മര്യാദക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമില്ല, ഒരു ഫംഗ്ഷന് പോകാനുള്ള സാഹചര്യമില്ല, വീട്ടില് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. എന്ന് വെച്ചാൽ എപ്പോഴും ചോദിച്ചാലും ബിസിയാണ്. എന്ന് വെച്ചാൽ ഈ പണി ചെയ്യുന്ന ആൾക്കാർ വേറെ ആൾക്കാരുണ്ട്, പക്ഷെ അവര് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകും. പക്ഷെ ഈ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇത് പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഒരേ സമയം ഉള്ളപ്പോൾ, ഒരേ രീതി ഉള്ളപ്പോൾ, അപ്പം എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്? അവർക്ക് ആ ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവർക്ക് മെയിൻ ആയിട്ട് ഉണ്ടാകാൻ കാരണം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൈം വേസ്റ്റേഴ്സ് എന്ന് പറയും. ടൈം വേസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അമിതമായിട്ട് ചെയ്താൽ ഒരു ടൈം വേസ്റ്റ് ആയി മാറി. ഇപ്പം എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കംപ്ലീറ്റ് സമയം എന്റർടൈൻമെന്റ് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യം. ഉറക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ എപ്പോഴും കിടന്ന് ഉറങ്ങുവാണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അധികമായിട്ട് ഇങ്ങനെ സമയം നമ്മൾ വേസ്റ്റ് ആക്കി കളഞ്ഞാലാണ് ബേസിക്കലി നമ്മൾ അതിനെ ടൈം വേസ്റ്റേഴ്സ് എന്ന് പറയുക. ഇതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് ചില സൈക്കോളജിക്കൽ ഇഷ്യൂസ്, മടി എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഈ മടി ചില ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നാച്ചുറലി എന്തുണ്ടാവും, അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതാവും. അപ്പൊ ഡോപാമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നാച്ചുറലി നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഉണ്ടാവും, എക്സൈറ്റ്മെന്റ് ഇല്ല. എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിൽ ആ ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഡോക്ടർ കൃത്യമായിട്ട് അറിയാവുന്ന പോലെ അത് എന്താണ് പ്രശ്നം ഉണ്ടാക്കി തീർക്കും. ഇനി നമ്മള് അപ്പൊ അങ്ങനെ വരുമ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? കാരണം എന്ന് വെച്ചാൽ വീട്ടിലിപ്പോ ഫാമിലി പറയാണ്, എന്റെ ഹസ്ബൻഡിനെ കാണാനേ ഇല്ല, എനിക്കൊന്ന് കാരണം സമയമില്ല, എന്നാ വെറുതെ സമയം കളയുന്നുമില്ല. അതെ അതെ, എപ്പോഴും ജോലി, എപ്പോഴും പണി, എപ്പോഴും മീറ്റിംഗ്സ്, എപ്പോഴും കാര്യങ്ങളാണ്. അത് അത്രയേറെ കാര്യങ്ങളുണ്ട്. ശരിക്കും അങ്ങനെയുള്ളപ്പോ എങ്ങനെയാണ് ആ വ്യക്തിയെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും? അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ടൈമുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് ക്വാളിറ്റി ടൈമും, രണ്ട് ക്വാണ്ടിറ്റി ടൈമും എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റുകളുണ്ട്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഹസ്ബൻഡ് വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് വരുന്നു, അല്ലെങ്കിൽ വൈഫ് ജോലി കഴിഞ്ഞ് വരുന്നു. വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വാതക്കൽ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് മുഖത്ത് നോക്കാതെയാണ് പോകുന്നതെങ്കിൽ കാര്യമില്ല. എന്നാൽ ആ ഒരു സെക്കൻഡ് സമയം മുഖത്ത് നോക്കി ഒന്ന് ഹഗ് ചെയ്ത്, നിനക്ക് എന്നാണ് വിശേഷം, എന്നാണ് ചേട്ടാ വിശേഷം എന്നൊക്കെ ഒന്ന് ചോദിച്ച് അങ്ങോട്ട് കയറി പോവുകയാണെങ്കിൽ അത് ക്വാളിറ്റി ടൈമാണ്. ഈ സമയത്ത് കൊച്ചു വന്നിട്ട് നമ്മളോട് പറയുന്ന, അപ്പൊ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, കണക്കൊന്നും മനസ്സിലാവുന്നില്ല, നമ്മൾ മടുത്ത് വരുവാണ്, ചിലപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷൗട്ട് ചെയ്താൽ തീർന്നു. എന്നാൽ അതിന് പകരമായിട്ട് കുട്ടികൾക്ക് അറിയില്ലല്ലോ നമ്മളിങ്ങനെ അപ്പൊ നമ്മൾ ഇവനെ അല്ലെങ്കിൽ ഇവനെ ഒന്ന് ഹഗ് ചെയ്തിട്ട്, ഇനി ഞാനിതാ വരുന്നത്, ഞാൻ കുളി കഴിഞ്ഞിട്ട് അവിടെ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ആ കൊച്ചിന് നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഇനി ഞാൻ സാധാരണ ഈ ലേഡീസിനോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ദിവസം മുഴുവൻ പേപ്പറൊക്കെ വായിച്ച് ചായ വേണം എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം, അതേ ഒരു 10 മിനിറ്റ് നിങ്ങളെ നോക്കി സ്നേഹത്തോടു കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാ ലേഡീസും പറയുന്ന ഒരു കാര്യമുണ്ട്, 10 മിനിറ്റ് ഇരുന്നാൽ മതി. 10 മിനിറ്റ് ഇരുന്നാൽ ഭയങ്കര പ്രശ്നമാണ്. ആ 10 മിനിറ്റ് സമയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം. നമ്മൾ ഒരുപാട് സമയം കൊടുക്കുന്നതല്ല, കൊടുക്കുന്ന സമയം എത്ര ക്വാളിറ്റിയോട് കൂടി കൊടുക്കുന്നു. ഇപ്പൊ ഭക്ഷണ മേശയിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും കുറ്റം പറയാതെ എങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ പറ്റും? ആ ചെറിയൊരു സമയത്തിനുള്ളിൽ എങ്ങനെ വൈഫിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ, ഇപ്പൊ ഹസ്ബൻഡ് അടുത്താണെങ്കിൽ ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് ക്വാളിറ്റി ടൈമിങ്. ഇനി ഈ ടൈമിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിപ്പം തന്നെ ചെയ്യണം, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അത് അർജന്റുമാണ്, ഇമ്പോർട്ടന്റ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയറുവേദനയാണ്, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വല്ലാത്ത വയറുവേദനയാണ്, അത് അർജന്റുമാണ്, ഉടൻ തന്നെ കൊണ്ടുപോകുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അർജന്റ് അല്ല പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിളുടെ വീട്ടിൽ പോകണം, അങ്കിളുടെ വീട്ടിൽ പോകാന്ന് പറയുന്നത് ഇന്ന് പോലെയുള്ള സാധ്യത. അപ്പൊ എന്നാണ് പോകേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് പോയാൽ മതി. ഓക്കെ, മാറ്റി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തീരുമാനിക്കണം, അവിടെ പോകാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റു പലർക്കും അർജന്റ് ആയിരിക്കും, നമുക്ക് അത്ര അർജന്റ് ആയിരിക്കില്ല. മറ്റു പലർക്കും ഇമ്പോർട്ടന്റ് ആയിരിക്കും, നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല. പക്ഷെ നമ്മളുടെ സപ്പോർട്ട് വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും വിടുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മളൊരു സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്റെ അമ്മയും കൊണ്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, നോർമൽ ചെക്കപ്പാണ്,
നിങ്ങളൊന്ന് വന്ന ഉപകാരമായിരുന്നു. അതിന് നിങ്ങൾ പറയുന്നു എന്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഞാനൊരു വളരെ അർജന്റ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഓക്കെ, എന്റെ സ്റ്റാഫ് ഉണ്ട്, സ്റ്റാഫിനെ കൂട്ടി പൊക്കോളാൻ പറയുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു, അയാളെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്തായി, അത് ഭംഗിയായിട്ട് നടക്കുന്നു. ഇനി വേറെ ഒരു കാര്യമുണ്ട്, അർജന്റും ആയിരിക്കില്ല, നമുക്കും അർജന്റ് ആയിരിക്കില്ല, മറ്റുള്ളവർക്കും അർജന്റ് ആയിരിക്കില്ല, അത് ഇമ്പോർട്ടന്റും ആയിരിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ നോ പറയണം. ഇപ്പം നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറയണടാ നമുക്ക് നല്ലൊരു മൂവി ഉണ്ട്, ഓക്കെ, ആ മൂവി നമുക്ക് കണ്ടേക്കാം എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് അയാൾക്കും അത് ഇമ്പോർട്ടന്റ് ഇല്ല, നമുക്കും ഇമ്പോർട്ടന്റ് ഇല്ല, നമുക്കും അർജന്റ് അല്ല, അയാൾക്കും അർജന്റ് അല്ല, നമ്മളത് ഡംബിറ്റെന്നാ പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ആ പരിപാടി ക്യാൻസൽ ആക്കുക. ചില കാര്യങ്ങളോട് നമ്മൾ നോ പറയേണ്ടതായിട്ട് വരും. ഈ പലപ്പോഴും ടൈം മാനേജ്മെന്റിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. എല്ലാം കൂടെ ഏറ്റുപിടിക്കും. അപ്പം നമ്മളൊരു കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത കാര്യം ചെയ്യാവുള്ളൂ. ഞാനിങ്ങനെ കൃത്യമായിട്ട് പറയാറുണ്ട്, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യണം. പഠിക്കുന്ന കുട്ടികളോട് ഇങ്ങനെ പറയാറുണ്ട്, പഠിക്കേണ്ട കാര്യം പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട പോലെ പഠിക്കണം. അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ടൈം വേസ്റ്റേഴ്സിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അത് നമ്മൾ ചിലപ്പോ ഒന്ന് നോട്ട് ചെയ്യേണ്ടി വരും, ഏതൊക്കെയാണ് എന്റെ ടൈം വേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇൻഡിവിജ്വലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ചെറിയൊരു ഡയറി കൈവെക്കുക, ആ ഡയറിക്ക് അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഓരോ കാര്യം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് ടിക്കിട്ട് കൊടുക്കുക. പറ്റുന്നിടത്തോളം പ്രോക്രാസ്റ്റിനേഷൻ നടത്താതിരിക്കുക, മാറ്റിവയ്ക്കൽ എന്ന് പറയുന്നത് നടത്താതിരിക്കുക. എന്നാൽ പോസിറ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ട്, നെഗറ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പം ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല എങ്കിൽ അതെന്തായി മാറി, നെഗറ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. എന്നാൽ കുറച്ചും കൂടി ഒരുങ്ങിയിട്ട് നാളെ ചെയ്യാമെന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അത് പോസിറ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. അപ്പം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് കുറച്ചും കൂടി ബെറ്റർ ആകും. പിന്നെ ടൈം മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ 10 വർഷം കുറച്ച് ആക്റ്റീവായിട്ട് പണിയെടുക്കണമെന്ന് വിചാരിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നത് വിചാരിക്കുക. ഈ 10 വർഷത്തില് 10 × 365 എന്ന് പറയുന്നത് എത്ര ദിവസം ഉണ്ടെന്ന് ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, നമ്മൾ വണ്ടടിക്കും. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഒരു 18 വയസ്സുള്ള ഒരു കുട്ടിയോട് നിനക്ക് എന്നാണ് സെറ്റിൽ ആവേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. 5 വർഷത്തിനുള്ളിൽ സെറ്റിൽ ആവണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും, ഈ 5 വർഷം എന്ന് പറയുന്നത് എത്ര ദിവസങ്ങളുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. വളരെ ചെറിയ ദിവസങ്ങളേ ഉള്ളൂ. ഈ ദിവസങ്ങളുടെ ഉള്ളിൽ നീ എന്ത് ചെയ്യണം, സെറ്റിൽ ആവണം എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിന്റെ ഉള്ളിലേക്ക് ഒരു ബോധ്യം ഉണ്ടാവുക. അപ്പൊ ഈ ട്രെയിനിങ്ങുകൾ കൂടുക, ഇത്തരത്തിലുള്ള ബോധ്യങ്ങൾ നേടിയെടുക്കുക ഒക്കെ ടൈം മാനേജ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഏത് സമയം ബിസി ആയിട്ട് നടക്കുക എന്നുള്ളതാണ്. ലെഷർ ടൈമുകൾ വേണം, എൻജോയ്മെന്റ് വേണം, ഹാപ്പിനെസ് വേണം, അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വേണം. ശരിയാണ്. അതായത് ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂല് ഒരു ആക്ട്രസിന്റെ അടുത്ത് ചോദിച്ചു, ഒരു ആങ്കർ, ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒഴിവ് സമയങ്ങളിൽ വെറുതെ ഇരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഒഴിവ് സമയത്തും പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം. എല്ലാവർക്കും ആവശ്യമുണ്ട്. അതായത് അവരവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയാണ്. നമുക്ക് ഇൻഡിവിജ്വൽ സ്പേസ് വേണം, ഒരു സ്വന്തമായിട്ടുള്ള ചില സമയങ്ങൾ വേണം. അത് ചിലപ്പോൾ മെഡിറ്റേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം. ഇനി വെറുതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. കാരണം ആ ഒരു ശൂന്യതയിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. വളരെ ശാന്തമായിട്ടുള്ളൊരു സ്പേസിൽ മൈൻഡ്ഫുൾനെസ്സോട് കൂടി ആ ശൂന്യതയെ, ശാന്തതയെ എൻജോയ് ചെയ്തുകൊണ്ട്, ശൂന്യത എന്ന് പറഞ്ഞൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഒരു വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു, എനിക്ക് ഏറ്റവും കൂടുതൽ ഐഡിയാസും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്നത് എനിക്കൊരു യാത്രയില്ല. അതായത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വേറെ ഒന്നുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാണല്ലോ പോകുന്നത്. പക്ഷെ അന്നേരമാണ് നമ്മുടെ മൈൻഡ് ഫുള്ളി റിലാക്സ് ആവും. അന്നേരമാണ് ഒത്തിരി തോട്ട്സ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ അത് ചെയ്ത് ശരിയായില്ല, അത് ചെയ്യണമായിരുന്നു, ഇനി നെക്സ്റ്റ് ഇത് ചെയ്യണം, എല്ലാം നമ്മൾ ശാന്തതയോടെ ഇരുന്ന് ആലോചിക്കാൻ എനിക്ക് പറ്റുന്ന ഒരു സമയം അങ്ങനെയാണ്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്, ഒരു ദിവസം 2 മണിക്കൂർ വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ആഴ്ചയിൽ എത്ര? അപ്പം വളരെ പറയും 14 മണിക്കൂർ, മാസം എത്ര? 60 മണിക്കൂർ, അപ്പൊ വർഷം എത്ര? 720 മണിക്കൂർ ഇങ്ങനെ പറയാറുണ്ട് പിള്ളേര്. അപ്പൊ ഈ 720 മണിക്കൂറുകൾ, 24 മണിക്കൂറുകളുടെ എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30. ഒരു മാസം പോയി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 മണിക്കൂർ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ആക്ച്വലി ഈ കൊച്ചിന്റെ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് 1 മാസമാണ് പോകുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ 2 മണിക്കൂറൊന്നും അല്ല വേസ്റ്റ് ആക്കുന്നത്, 4 മണിക്കൂറൊക്കെ ആയിരിക്കും. 4 മണിക്കൂർ വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം പോയി. ഒരുപാട് ആൾക്കാരുടെ ജീവിതം ഫോണിൽ തന്നെ തീരും. ഫോണിൽ തന്നെ. ഇപ്പം നമുക്കറിയാം, വാട്സപ്പ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ.
അപ്പോൾ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കൺട്രോൾ നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർക്കാണ് പ്രശ്നം ഉണ്ടാകുക. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിച്ചാൽ പ്രശ്നമായി. നമ്മൾ ശരിക്കും ആരെ നിയന്ത്രിക്കണം? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. ഇപ്പൊ ഒരു ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ 4 ഷോർട്സ് കണ്ടാൽ മതി എന്നൊരു തീരുമാനം എടുക്കണം. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലിംഗിൽ ഒരുപാട് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. കൗൺസിലിംഗ് തെറാപ്പികൾ കൊടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട്. ഈ ഡിപ്രഷന്റെ ഒരു സൈനും കൂടിയല്ലേ ഈ ഫോൺ അഡിക്ഷൻ? അതായത് എല്ലാത്തിനും മാറി ഒബ്സഷൻ. എനിക്ക് ഇനി കാണണം വീണ്ടും കാണണം, അതൊരു അഡിക്ഷനാണ്. ഓക്കെ, ഒരു ഒബ്സസീവ് ആയിട്ടുള്ള അവസ്ഥയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ഫോൺ അഡിക്ഷൻ മാത്രമല്ല, പല കാര്യങ്ങളും അങ്ങനെ വരാം. പക്ഷെ ഇതൊരു ടൈം വേസ്റ്റ് ആണെന്നുള്ളത് തോന്നത്തില്ല. എന്തോ നേടി. അപ്പൊ ഇവര് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു, എനിക്കൊരു സമാധാനം കിട്ടുന്ന ഇതിലാണ്, ഞാൻ ഈ ഫോൺ ഇത് ചെയ്യുമ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത്. മറ്റുള്ളവർക്കാണ് കൂടുതൽ തോന്നുന്നത് അയ്യോ എന്തോ കൈവിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് കുത്തിയിരിക്കുവാണല്ലോ, ഈ ഫോണിന്റെ അകത്ത് ചലഞ്ഞോണ്ടിരിക്കുവാണല്ലോ എന്നൊരു തോന്നൽ വരും. പലപ്പോഴും ഫുഡ് കഴിക്കാൻ പോലും വരത്തില്ല. ചില കുട്ടികൾ അങ്ങനെയാണ്, എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ഫുഡ് കഴിക്കണമെന്നേ ഇല്ല. അത് ഫോണിന്റെ കാര്യത്തിൽ മാത്രമല്ല, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുണ്ട്. ഇപ്പൊ ലവ് അഫെയർ, അപ്പൊ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ, ഇനിയും എന്താണ് ഇപ്പം ഫോണോഗ്രാഫി ഒരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അഡിക്ഷനിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അഡിക്ഷനിലേക്ക് എത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് കാര്യത്തിൽ വേണമെങ്കിലും ഒരു വ്യക്തിക്ക് എന്താവാം, അഡിക്റ്റഡ് ആവാം. അപ്പൊ അതൊരു സൈക്കോളജിക്കലി നമ്മൾ ഡീൽ ചെയ്യുന്ന, കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. തെറാപ്പികളിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ ആൾക്കാർ പുറത്തു കിടക്കുകയും ചെയ്യും. നമ്മളിപ്പോ ഒരു ഫാമിലി പ്രോബ്ലംസ് വളരെ കോമൺ ആണല്ലോ ഇപ്പം. അതായത് ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും 2 കുടുംബങ്ങളിൽ വളർന്ന വന്ന ആൾക്കാരാണ്, 2 സാഹചര്യങ്ങളിൽ, 2 സാമ്പത്തിക രീതിയിൽ, 2 സ്റ്റേറ്റസിൽ വളർന്ന ആളുകള് ഒരു സുപ്രഭാതത്തില് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ മാറുന്നു, അവരവരുടെ റിയൽ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പം ഇത് കല്യാണം കഴിച്ചു പോയില്ലേ, മക്കൾ ഉണ്ടായി പോയില്ലേ, സമൂഹത്തില് നമുക്കൊരു നിലവിലയുണ്ട്, അത് നമ്മൾ നോക്കണം, നമ്മുടെ ബന്ധുക്കാരുടെ കാര്യങ്ങൾ, അപ്പനമ്മയുടെ കാര്യങ്ങൾ എല്ലാം നോക്കിക്കൊണ്ട് വേണം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ് ചെയ്ത് വിഷമിച്ച് സങ്കടപ്പെട്ട് അരിശപ്പെട്ട് ഒത്തിരി കുടുംബങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സാറിനടുത്ത് വന്നു. എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇതിന്റെ നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ അഡ്ജസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, ഞാൻ എപ്പോഴും പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. അപ്പൊ ഒരു വിവാഹം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അഫെയറിലാണ് നമ്മളെങ്കിൽ, 2 പാർട്ട്നേഴ്സ് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിക്കണം. അതെങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുമ്പോൾ ഇമോഷൻസ് മനസ്സിലാവുന്നു, അവരുടെ ഒരു EQ ലെവൽ മനസ്സിലാവുന്നു, അവരുടെ ഒരു IQ ലെവൽ മനസ്സിലാവുന്നു, അവരുടെ ഒരു ഹൈജീന്റെ ലെവൽ മനസ്സിലാക്കുന്നു, അവരുടെ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങള് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സ് ശരിക്കും നടക്കണം. പേഴ്സണാലിറ്റിയെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കും. നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഒരു കൗൺസിലറുടെ സപ്പോർട്ട് നേടിയെടുക്കുന്നത്. പോവില്ല. അപ്പൊ ഈ പൊരുത്തം നോക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ശരിക്കും ഈ പൊരുത്തം നോക്കുമ്പോൾ NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയില് വളരെ പ്രധാനമായിട്ടും പറയുന്ന ഒരു 5 ഘടകങ്ങളുണ്ട്. അത് നമ്മുടെ 5 സെൻസസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചില ആൾക്കാർ വിഷ്വൽ ആയിരിക്കാം, എന്ന് പറഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലർ ഓഡിറ്ററി ആയിരിക്കാം, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലർ കൈനസ്തെറ്റിക് ആയിരിക്കാം, ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഓൾഫാക്ടറി സ്മെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഗസ്റ്റേറ്ററി ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പം ഒരു കാണാൻ ആഗ്രഹിക്കുന്ന ആളും അത് കൂടുതലായിട്ടുള്ള ഒരാളും ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളും കൂടി കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. ഇവർ 2 പേരും കൂടെ കല്യാണം കഴിച്ചിട്ട് ടൂർ പോയെന്ന് വിചാരിക്കുക. ഈ കാണാൻ ആഗ്രഹിക്കുന്ന ആള് എന്താണ് ചുറ്റും നടന്ന് കണ്ടുകൊണ്ടിരിക്കും. ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ത് പറയും, എനിക്ക് വീട്ടിലൊറ്റയ്ക്ക് ഇരുന്നിട്ട് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു സ്നേഹബന്ധം കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നു. അപ്പൊ ഈ മനുഷ്യനെ പുറത്തേക്ക് ഇറക്കി വിടുന്നില്ല എന്ന് വിചാരിക്കുക. ആകെപ്പാടെ പ്രശ്നമാകും. എന്ന് പറഞ്ഞാൽ ഈ പൊരുത്തം എന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കലുള്ള ഒരു പൊരുത്തമാണ്. പക്ഷെ ഈ പൊരുത്തം എങ്ങനെയൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ പറ്റൂ? വലിയ പാടാ. ഇവരൊക്കെ റിസർച്ച് ചെയ്ത് കല്യാണം കഴിക്കാൻ പാടാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പൊരുത്തക്കേടുണ്ടാവും. ഈ പൊരുത്തക്കേടുണ്ടായി കഴിയുമ്പോൾ അതിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഇവർ 2 പേരുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾ മിണ്ടാതിരിക്കും, ഒരാൾ മിണ്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ പൊരുത്തക്കേടുണ്ടായി. ഈ പൊരുത്തക്കേടിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളമായിട്ടുള്ള തെറാപ്പികളും ടെക്നിക്സും ഒക്കെ എവിടെയുണ്ട്?
പക്ഷേ കൗൺസിലിംഗ്. രണ്ടുപേരും മിണ്ടുന്നതല്ലേ പ്രശ്നം, ഒരാൾ കേട്ടോണ്ടിരുന്ന അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്, അങ്ങനെ രക്ഷപ്പെട്ടു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. എങ്കിലും മറ്റേ കയറുമ്പോൾ ബോറടിക്കും. പക്ഷെ എനിക്ക് കണ്ടതിൽ മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കാനാണ് നോക്കുന്നത്. ശരിയാക്കാനാണ് നോക്കുന്നത്. അതായത് ഞാനൊക്കെ പെർഫെക്റ്റ് ആണ്, എന്റെ ഭാര്യ കറക്റ്റ് അല്ല, ഹസ്ബൻഡ് കറക്റ്റ് അല്ല, ഹസ്ബൻഡ് കാരണമാണ് ഞാനിങ്ങനെ എന്നോട് രീതി. അതായത് ഇവര് കല്യാണം കഴിക്കുന്ന 30-ാമത്തെ വയസ്സിൽ, 35-ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ 25-ാമത്തെ വയസ്സിലായിരിക്കാം. ഈ അഞ്ചാം വയസ്സിൽ കറക്റ്റ് ചെയ്യേണ്ട ഒരാളെ പിടിച്ച് 35-ാമത്തെ വയസ്സിൽ കറക്റ്റ് ചെയ്ത് ശരിയാക്കാന്ന് വിചാരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരമല്ലേ. അതിന്റെ അകത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഓവർ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ് അതുപോലെ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു മൂഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ആ മൂഡ് ഫ്ലക്ച്വേഷനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ, അത് ആ വ്യക്തി അങ്ങനെയാണ്. ഇനി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടുകൂടി കറക്റ്റ് ചെയ്യുക. പറ്റുന്നില്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇനി എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ, ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. അതിന്റെ അകത്ത് അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, ഈ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഹസ്ബൻഡിന്റെ കൂർക്കമരിയാണെന്ന് വിചാരിക്കും രാത്രി കിടന്ന്. ഓക്കെ, കാര്യം സിമ്പിൾ കാര്യമാണ്. അപ്പം ഇങ്ങനെ പറയാറുണ്ട്, പെണ്ണുങ്ങൾ പറയാറുണ്ട്, എന്താ സാറേ ഞാൻ ചവിട്ടി താഴെ ഇടുമെന്ന് പറയും. അത് നോക്കും അഡ്ജസ്റ്റ്മെന്റ്. ചവിട്ടി താഴെ ഇട്ട് നിലത്ത് കിടന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ്. എന്നാൽ എന്തുകൊണ്ട് കൂർക്കം വലിക്കുന്നു, എന്താണ് ഈ വ്യക്തിയുടെ പ്രശ്നം എന്ന് ആര് ചിന്തിക്കണം? ഈ വൈഫ് ചിന്തിക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് അയാളെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോകേണ്ടത്. ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഇന്ന പ്രശ്നം കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ പ്രശ്നം, എന്നിട്ട് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിന്റെ അകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ചില വ്യക്തികൾ എത്ര സപ്പോർട്ട് ചെയ്താലും എന്താവില്ല, കറക്റ്റഡ് ആവില്ല. ഞാൻ നന്നാവില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ട്രൂ ഹാബിറ്റ് പോഡ്കാസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ചത് ഡോക്ടർ ജസ്റ്റിൻ തോമസ് ആണ്. അദ്ദേഹം ഒരു ലൈഫ് കോച്ചും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ആണ്. അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ഷെയർ ചെയ്തത്. അതിൽ ഒത്തിരി ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. ഇതെല്ലാം നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും സാറ് ഞങ്ങളുടെ ഫ്ലോറിലേക്ക് വരിക, സാറിന്റെ വിലയേറിയ എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അത് ഞങ്ങളുടെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇനിയും കാണാം. താങ്ക് യു.